റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നോക്കാം. റെസനേറ്റായ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്ത വിട്ടുകളയും. നിങ്ങളുടെ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് റീഡിങ്ങുമായി കണക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കൂ. പോസിറ്റീവായി മാത്രം ചിന്തിക്കൂ നിങ്ങളുടെ വ്യക്തിയെ. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്കുള്ള സ്ഥാനം എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല സ്ഥാനമാണോ അതോ നിങ്ങളെക്കുറിച്ചിട്ട് മോശമായിട്ടാണോ അവർ ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു രീതിയിലും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിട്ട്, അതായത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു ആളാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ സ്വഭാവമായാലും നിങ്ങളുടെ സൗന്ദര്യമായാലും എല്ലാ രീതിയിലും വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളെന്ന് ഉള്ളത്. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം ആളുകളെ സ്നേഹിക്കാനും വളരെയധികം കെയർ ചെയ്യാനൊക്കെ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നതും നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ സത്യസന്ധവുമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ആ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതായത് ഒരാളുടെയും കൺട്രോളിലല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരും അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, അതായത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പങ്കാളി തന്നെയാണ് നിങ്ങളെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ഉള്ള എല്ലാ സ്വഭാവ സവിശേഷതകളോട് കൂടിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, അതിൽ അവർ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാതെ ആ കാര്യത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലൊരു നേട്ടം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരുടെ സ്നേഹത്തിന് അവരുടെ ചിന്തകളിലെ ഏറ്റവും കൂടുതൽ സ്ഥാനം നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത്.